എന്നറിയപ്പെട്ടിരുന്ന എഡ്ഗർ ഡേവിഡ്സ് തീർത്തും വളരെയധികം ടെക്നിക്കൽ മികവുള്ള ഒരു കളിക്കാരനായിരുന്നു. ഡച്ച് താരമായ അദ്ദേഹം യൂറോപ്പിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകൾക്ക് വേണ്ടി കളിമെനഞ്ഞു. തന്റെ കരിയറിന്റെ കൂടുതൽ ഭാഗവും അയാക്സിനും യുവന്റസിനും വേണ്ടി ചിലവഴിച്ച ഡേവിഡ്സ് സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണയ്ക്കും ഇംഗ്ലണ്ടിൽ ടോട്ടനമിനും ഇറ്റലിയിൽ AC മിലാനും ഇന്റർ മിലാനും വേണ്ടി കളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഡെക്കറേറ്റഡ് പ്ലെയർ കൂടിയായിരുന്നു ഡേവിഡ്സ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തന്റെ 22-ാം വയസ്സിലാണ് അയാക്സിനൊപ്പം 1995-ലെ ചാമ്പ്യൻസ് ലീഗ് കിരീടം അദ്ദേഹം നേടിയത്. പക്ഷെ മറ്റു കളിക്കാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയിരുന്ന ഒരു ഘടകമുണ്ട്, അദ്ദേഹത്തിന്റെ സ്റ്റൈലിഷ് ഗ്ലാസസ്. ഈ ഗ്ലാസുകൾക്ക് പിന്നിലെ കാരണത്തെക്കുറിച്ച് അറിയണമെങ്കിൽ 1995-ലേക്ക് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. 1995-ൽ അദ്ദേഹത്തിന്റെ വലതു കണ്ണിനെ കാര്യമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഒരു ഫുട്ബോളർ എന്ന നിലയിൽ ഡേവിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ റിട്ടയർമെന്റിന്റെ വക്കിലെത്തി. കാരണം അദ്ദേഹത്തിന് ഗ്ലോക്കോമ എന്ന് പറയപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് തലച്ചോറിൽ നിന്നും കണ്ണിലേക്കുള്ള നാഡികളുടെ തകരാറും അതുമൂലം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതുമായ ഒരവസ്ഥ. സോ 1999-ൽ അദ്ദേഹം ഒരു ക്രിട്ടിക്കൽ സർജറിക്ക് വിധേയനായി. തീർച്ചയായും ഈ ഒരു സർജറി വിജയകരമാവുകയും തന്റെ നാഡികൾ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. എന്നാൽ ഒരു ഫുട്ബോളർ എന്ന നിലയിൽ കണ്ണുകൾക്ക് നിരന്തരം പ്രഷർ വരുന്നതുകൊണ്ട് തന്നെ തന്റെ ഡോക്ടർ അദ്ദേഹത്തോട് ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ധരിക്കാൻ ആവശ്യപ്പെട്ടു, പ്രത്യേകിച്ച് കളിക്കുമ്പോൾ. ഡോക്ടറുടെ ഈ ഒരു പ്രാധാന്യമേറിയ നിർദ്ദേശത്തെ കണക്കിലെടുത്തുകൊണ്ട് എഡ്ഗർ ഡേവിഡ്സ് തന്റെ ഫുട്ബോൾ കരിയറിലേക്ക് തിരിച്ചെത്തി. ചുരുക്കം പറഞ്ഞാൽ തന്റെ കുറവിനെ ഒരു സ്റ്റൈലാക്കി മാറ്റുകയായിരുന്നു ഡേവിഡ്സ് അവിടെ ചെയ്തത്. കാരണം അദ്ദേഹം ധരിച്ചിരുന്നത് ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും സ്റ്റൈലിഷായ ഗ്ലാസുകളായിരുന്നു. അധികം വൈകാതെ തന്നെ ഒരു ഫുട്ബോളർ എന്നതിനേക്കാൾ ഉപരി ഡേവിഡ്സ് ഒരു ആബ്സല്യൂട്ട് ഐക്കണായി മാറി.